കാറിൽ തന്നെ ഞാൻ ഡ്രസ്സിംഗ് റൂമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നേ. കാരണം എൻ്റെ സാരി ഒന്ന് മാറ്റിയിട്ട് എനിക്ക് ചുരിദാറാക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ മുണ്ടും നേരിയതും പിന്നെ ഋതുവിൻ്റെ ടവലൊക്കെ വെച്ചിട്ട് ഞാൻ കാറ് ഫുള്ള് അങ്ങ് മറച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്ത് ഇരുന്ന് തന്നെ ഡ്രസ്സ് അങ്ങ് മാറിയിട്ട് പിന്നെ ഇതാ ഞങ്ങൾ കരിക്കകം ദേവീക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ വെട്ടുകാട് പള്ളിയിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ വന്ന് കുരിശടി കയറി നമ്മൾ പ്രാർത്ഥിച്ചു. നല്ല വെയിൽ കാരണം അയ്യോ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഋതുവും കയ്യിലുള്ളത് കൊണ്ടായിരുന്നു എനിക്ക് വെയിലത്ത് നിൽക്കാൻ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടും പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ പെട്ടെന്ന് നമ്മൾ തൊഴുത് ഇറങ്ങി, അതായത് പ്രാർത്ഥിച്ച് ഇറങ്ങി മെഴുകുതിരിയും കത്തിച്ചിട്ട് പിന്നെ ഇത് അവിടുന്ന് തൊട്ടടുത്തൊരു ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചായിരുന്നു. രാവിലെ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല, വിശന്ന് പണ്ടര അടങ്ങിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇത് അവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി. പിന്നെ വരുന്ന വഴിക്ക് കാറി വെച്ച് തന്നെ ഋതുവിനുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു ഋതുവിന് എന്ത് ഫുഡാണ് കൊടുക്കുന്നതെന്ന്. അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ, പുറത്ത് പോകുമ്പോൾ അവൾക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന്. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ ഹോട്ടൽ റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെക്കിങ്ങിൻ്റെ ടൈം നമുക്ക് 1:30-2 മണി അങ്ങോട്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒരു 11-11:30 ആയപ്പോൾ തന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വെയിൽ കൊണ്ട് പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ അവരോട് ചോദിച്ചപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, ഒരു അരമണിക്കൂറിനകത്ത് വെച്ചിട്ട് നമുക്ക് റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഒരു സമാധാനത്തിൽ ഞങ്ങൾ അവിടെ വന്നിരുന്നു. പിന്നെ റൂമിൽ വന്നു, കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ ഉച്ചകളത്തെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ഋതുവിന് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കൂടെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇനി വൈകുന്നേരത്തിൽ നമുക്ക് അടുത്തടുത്തോട്ട് പോകണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ.